ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരിക്കൽ തദ്ദാസ് എന്ന് പറഞ്ഞ ഒരുവൻ എഴുന്നേറ്റു. അവൻ മഹാനെന്ന് നടിച്ചു. ഏകദേശം 400ഓളം പേര് അവനോട് ചേർന്നു. അവൻ നശിച്ചു, അവനോട് കൂടെയുള്ളവരും നശിച്ചു. 37-ാം വാക്യം, യൂദ എഴുന്നേറ്റു, ജനത്തെ തന്റെ പക്ഷം ചേർക്കുവാൻ വശീകരിച്ചു. അവന് നശിച്ചു, അവനെ അനുഗമിച്ചവന് നശിച്ചു. എന്നാൽ അപ്പോസ്തലന്മാർ ഉയർത്തിയ യേശുവിനെ അനുഗമിച്ചവർ ഒരു നാള് നശിച്ചില്ല, ഒരു നാള് തകർന്നുപോയി. സ്വരങ്ങളെ, തദ്ദാസ് എഴുന്നേറ്റു, യൂദ എഴുന്നേറ്റു. അവരൊക്കെ ജനത്തെ തന്നിലേക്ക് ആകർഷിച്ചു, വശീകരിച്ചു എന്നാ പറയുന്നത്. തദ്ദാസ് നശിച്ചു, യൂദയും നശിച്ചു. പിശാച് എപ്പോഴും അങ്ങനെയാ. നമ്മുടെ നാശത്തിനു വേണ്ടി, നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ വേദനയ്ക്ക് വേണ്ടി, നമ്മുടെ രോഗത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാതെ പോകരുത്.